പന്ന മോണേ ഒരു ഫീൽ ഗുഡ് മൂവി. നല്ല സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു. കീർത്തിയക്കരെ കുരുക്ഷേത്രയെ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വൈബാണ് പടം ഇറങ്ങുമ്പോൾ കിട്ടുന്നത്. ഇത് എവിടെ തുടങ്ങി ഇത് എവിടെ അവസാനിക്കുന്നു എന്നൊരു സംശയം നമുക്ക് പ്രേക്ഷകന് പടം കാണുമ്പോൾ തോന്നുന്നുണ്ട്. പടം ഫസ്റ്റ് ഹാഫ് നല്ല ഫണ്ണായിരുന്നു, കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. തിരിച്ചു വരുവോടാ പട്ടികളെ എന്നെ കൊണ്ട് പറ്റൂലടാ പട്ടികളെ എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു നിവിൻ പോളിയുടെ എൻ്റെ സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ നിവിനായിട്ട് ഇത് ഹിറ്റ് അടിച്ചിരിക്കും. ാണ് ഫസ്റ്റ് ഹാഫ് അല്ല പടം, സെക്കൻഡ് ഹാഫാണ് പടം എന്ന് പറയുന്നത്. പക്ക പൊളിയാണ് മസ്റ്റ് മാച്ചാണ്. ശരി, ചെറിയ ഇഴച്ചിലുണ്ട്, അല്ലാതെ വേറൊരു കുഴപ്പമില്ല. മലയാളി എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കും. മലയാളി ഫ്രം ഇന്ത്യ. ആവറേജ് ആയിരുന്നു പടം. കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ അത്രേ ഉള്ളൂ. കുറച്ച് കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. ഇന്റർവെൽ വരെ കുഴപ്പമില്ലായിരുന്നു. ഇന്റർവെലിന് ശേഷം ഒരു 5 മണിക്കൂർ ഫീലാണ് പടം. തിരിച്ചു വരവൊന്നും പറയാനൊന്നുമില്ല. ഒരു ലൈവിൽ വന്ന് കൊടുക്കുന്നതായിരുന്നു നല്ലത്. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയ മെച്ചമെന്ന് പറയാനുള്ള ഇതൊന്നുമില്ല. ജനഗണമനയൊക്കെ പ്രതീക്ഷയാണ് വന്നത്. ഡാൻസ് ശ്രീനിവാസൻ ഫൈനാണ്. പുള്ളിക്ക് കൊടുത്തത് പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന്റെ പ്രൊമോഷൻസ് ഒക്കെ തന്നെ പടം വേറൊരു മൂടുള്ള പടമാണെന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന ലാസ്റ്റ് ടീസർ ഒഴിച്ച അത് എന്റെ ഒരു നെഗറ്റിവിറ്റി എനിക്ക് പടം കണ്ടപ്പോൾ തോന്നി. എന്റെ പടം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് ഈ പടം എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു പബ്ലിസിറ്റി മെറ്റീരിയൽ വരുമ്പോൾ തന്നെ ആദ്യമേ കാണിച്ച് പറഞ്ഞ പ്രശ്നമല്ല, ഈ കൺഫ്യൂഷൻ വരില്ല. അതിന്റെ ഒരു പ്രശ്നമാണ്. പെർഫോമൻസ് അഭിനയിച്ചവരൊക്കെ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പടം ബേസിക്കലി വർക്കായില്ല, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് ഒരു ടോപ്പിക്ക് പിടിക്കാതെ വലിച്ചു വാരി ഒരു 10-15 ടോപ്പിക്കിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീട്ടി നശിപ്പിച്ച് നാമാവശേഷമാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 മാസം കൊണ്ട് മലയാള സിനിമ ഉണ്ടാക്കി വെച്ചത് ഇതൊരു ഫ്ലോപ്പ് ആയിരിക്കും കൊല്ലത്തെ. നല്ലൊരു തിരിച്ചൊരു പ്രതീക്ഷിച്ച പടമാണ്. പക്ഷെ പുള്ളി ഇടയ്ക്ക് എപ്പോഴും വണ്ണം കുറച്ചതിൻ്റെ ഇതൊക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ കണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആ വണ്ണത്തിലുള്ളത് കൊണ്ട് ഒന്നും എക്സ്പ്രഷൻസോ ഒന്നും കാര്യം അതിൻ്റെ അകത്തില്ല. നിവിൻ പോളിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയാനായിട്ട് അതിനകത്ത് ഒന്നുമില്ല. കോമഡി ഒന്നും വർക്കൗട്ടേ ആയിട്ടില്ല, ചിരിയൊന്നും വരത്തില്ല. പലയിടത്തും ഭയങ്കര ലാഗ്. 2.25 മണിക്കൂർ അങ്ങോട്ട് ഡ്യൂറേഷൻ്റെ ആവശ്യം പോലും ഇല്ല ഈ പടത്തിന്. ജോസ് ആന്റണിയുടെ ഒരു രീതി, ഈ ടെററിസം അത് ഇതെന്നുള്ള ഒരു പേട്രിയോട്ടിസം ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ കുറേ ഉണ്ട്. വെറുതെ കുറേ ടോപ്പിക്സ് വലിച്ചു വരിയിട്ടൊരു സിനിമ. പക്ഷെ അതൊന്നും അല്ലായിരുന്നു, സാധനം ക്രിഞ്ചായിരുന്നു പടം. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് വെറും ചളിയാണ്. നമ്മൾ എല്ലാ മിക്ക സിനിമകളും കാണുന്ന കുറെ ചളിയാണ്. ഞാൻ വരച്ച് പടം പോയെന്നാണ് വിചാരിച്ചത്. പക്ഷെ സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര രസമായിരുന്നു പടം കണ്ടിട്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളെ മലയാളിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. ഒരു പാകിസ്ഥാനിയും ഒരു മലയാളിയായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. വളരെ നന്നായിരുന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളെ നിവിനേട്ടൻ്റെ ഒരു വൻ തിരിച്ചുവരവും കൂടിയാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, ഈ ആറാട്ടണ്ണനും ഈ അലൻ ജോസിനും പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കൂടെ അവൻ്റെ തൊപ്പി ഉണ്ടല്ലോ, അവൻ്റെ ഉറിഞ്ചി തൊപ്പി, അവനെ മംഗോളി തൊപ്പി, അവനും പിന്നെ മറ്റേ അവൻ്റെ പേരാണ് നമ്മൾ ചെകുത്താൻ ഇപ്പം എന്നെ പേടിച്ച് ഇപ്പോൾ ചെകുത്താൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. യുവന്മാർക്ക് എല്ലാവരും കൂടെ പറയാനുള്ള ഈ ആറാട്ടണ്ണനും കൂടെ യുവന്മാരെല്ലാവരും കൂടെ ഒത്തു ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. പെണ്ണിയാസം വെച്ചെന്ന് പറഞ്ഞിട്ട് ഇവ പെണ്ണിനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയണം. അതായത് നമ്മളെപ്പോലുള്ള നാട്ടുകാരും നമ്മളെ ജനങ്ങളുടെ ഇവൻ പറയണമെന്നറിയാമോ, അവന്മാരെല്ലാം അമ്മച്ചീരെ മക്കളും നമ്മൾ വെറും അവളെ സത്യമായിട്ട് ആരും മനസ്സിലായി. ഉള്ളതുപോലെ തന്നെ ഞാൻ വിളിച്ചു പറയും. പൊക്ക നോക്കിയവര് പക്ഷെ ഒന്നും ഓരോരുത്തർ എത്താതെ പോയി. എന്താ പറയാ, പ്രതീക്ഷ അത്രയൊന്നുമില്ല. ഒരു വലിയ മെസ്സേജാണ് ഡിജോ ഇതിലൂടെ കൊടുക്കുന്നത്. അത് തോന്നി. ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പടം മൊത്തം തീർന്ന കണക്കൊക്കെ തോന്നി. ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റർടൈൻമെന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നിവിൻ പോളിയുടെ കുഴപ്പമില്ല, തീർച്ചയായിട്ടും കുഴപ്പമില്ല. എബോ ആവറേജ് മൂവിയാണ്. അങ്ങനെ ഭയങ്കര കിടിലായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഫാന്റെയും ആളുടെയൊക്കെ കോമഡിയൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് അതുപോലെ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത്ര സൂപ്പറായിട്ട് വന്നില്ല. ക്ലൈമാക്സ് ആണെങ്കിലും അത്ര കിടിലായിട്ടൊന്നും തോന്നിയില്ല. നിരാശയെന്നൊന്നും പറയാൻ പറ്റില്ല. വൺ ടൈം വാച്ചാണ്. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. അത്ര എങ്ങോട്ട് ട്യൂൺസിനും നമ്മുടെ ജനഗണമനയ്ക്കും ഒക്കെ ശേഷം വന്നൊരു വെറുതെ വാച്ച് ചെയ്യാം, അങ്ങനെയല്ല ഉള്ളൂ. മെസ്സേജ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ആൾക്കാർക്ക് വേണ്ട ഒരിത് കിട്ടിയ പോലെ എനിക്ക് തോന്നിയില്ല. അത്ര പോരാ. ഞാൻ വിചാരിച്ചാലും താഴെയാണ്. തിരിച്ചു വരവ് അറിയത്തില്ല, നിങ്ങൾ കണ്ടിട്ട് പറയും. ഭയങ്കര ലാഗാണ്, തീരെ പോരാ. വർഷങ്ങൾക്ക് ശേഷം അത് നിന്നാ മതിയായിരുന്നു. ഇന്റർവെല് വേറൊരു ടെറൈൻ ആയിരുന്നു. ഇന്റർവെലിന് ശേഷം പശ്ചാത്തലം മാറിയപ്പം പടം മൊത്തം ഒരു ഇമോഷണൽ ഫീൽ ഗുഡ് ഡ്രാമയാണ് പടം. നിവിൻ പോളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആവറേജ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാം. എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടും. താങ്ക് യു. കറന്റ് സിനാരിയോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ക്രിഞ്ചായിരുന്നു. ഇമോഷണലി കുറേയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ
ഒരു ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു പകുതി സെക്കൻഡ് ഹാഫിന്റെ പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ ക്ലൈമാക്സ് വരെ മനസ്സിലാവും. സെക്കൻഡ് ഹാഫ് ഷോക്കായിരുന്നു. ഇതിന്റെ പടം ഐ മീൻ ഇപ്പൊ നിതിൻ മോളിയൊക്കെ കണ്ടിട്ട് വന്നിട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. അങ്ങനെ കോമഡി എലമെന്റ്സ് ഒന്നും അല്ല, പടം സീരിയസ് ആണ്. ഡിജോയുടെ പടം എന്നുള്ള രീതി കണ്ടു കഴിഞ്ഞാൽ നല്ല പടമാണ്, അടിപൊളി പടമാണ്. ആവറേജ് പടം നല്ല സിനിമയാണ്. നിവിൻ പോളി തിരിച്ചു മറ്റേ ജനഗണമന വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷെ നല്ല പടം. മറ്റേ മലയാളികൾക്ക് പ്രവാസി ജീവിതമൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നല്ല പടം. കുഴപ്പമില്ല, വൺ ടൈം വാച്ച്. നിവിൻ പോളിയുടെ നല്ലൊരു പടം, കാണാൻ നല്ല ഉണ്ട്. നല്ല കൊള്ളാം.